രണ്ട് പശുവിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാന്യമായ നിലയ്ക്ക് ഒരു 5000 രൂപ കമ്മിയായിട്ട് പാവപ്പെട്ട കർഷകർക്ക് പശുക്കൾ എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ജർമ്മൻ ബ്രീഡ് എന്ന് വേണമെങ്കിൽ റോസ് കളർ, അതെ, ജർമ്മൻ ബ്രീഡ് ബോഡി വെയിറ്റും ഹൈറ്റും സത്യം പറഞ്ഞാൽ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാരിക്കോലിന് 7 കോലം നീളം വരും മാട്. ഏട്ടാ അത്യാവശ്യം നല്ല മടിസെറ്റുള്ള, അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റിയും നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല പശുവാണ്. 22 ലിറ്റർ അത്ര നമ്മൾ പ്രതീക്ഷിക്കും. ഏട്ടാ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ള ജില്ല പറയുന്നത് ഞങ്ങളുടെ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ ഈ പാലക്കാടിൻ്റെ ചൂടിൽ ഈ മഴയത്തും വെയിലത്തൊക്കെ തരം ചെയ്ത പശുക്കളാണ് എല്ലാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തേയിലേറിയ അനാപ്ലാസ്മാസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കംപ്ലയിൻറ്റ് യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല. ധൈര്യത്തിൽ വാങ്ങാം. അത്രത്തോളം മാന്യമായ വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ കർഷകർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം. കേരളത്തിൽ മറ്റെവിടുന്ന് പശുക്കളെ വാങ്ങുന്നതിലും 5000 രൂപ വിലക്കുറവിൽ നിങ്ങൾക്ക് പശുക്കളെ വാങ്ങി നൽകാമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമ്മുടെ നിതിൻ ബ്രോയാണ്. നമ്മുടെ പാലക്കാട് ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഇതേപോലുള്ള നല്ല നല്ല അടിപൊളി ബ്രീഡ് ക്വാളിറ്റി പശുക്കളെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് എടുത്തു വരുന്ന ആളാണ് നമ്മുടെ നിതിൻ ബ്രോ. നിതിൻ ബ്രോ, ശരിക്കും നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ശരിക്കും പറഞ്ഞാൽ? എനിക്ക് 24 വയസ്സ്. 24 വയസ്സ്. ശരിക്കും പറഞ്ഞ ആള് ചുള്ളനാണ്. ഈ ചുള്ളനാണ് നമ്മുടെ പശുവിനെ പിടിച്ച് പശു കച്ചവടത്തിൽ നിൽക്കുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ശരിക്കും? വേറെ ഞാൻ സത്യം പറഞ്ഞ ഒരു നാടൻ പാട്ട് കലാകാരൻ കൂടിയിട്ടാണ്. കലാകാരനാണ്, പാട്ടുകാരനാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടാണ് പശു കച്ചവടം. ശരിക്കും എത്ര നാളായി ഈ ഒരു മേഖലയിൽ വന്നിട്ട്? ഞാൻ ഈ ഒരു പശു കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 കൊല്ലം. 3-4 കൊല്ലം ആയല്ലേ? കാര്യം പാരമ്പര്യമായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് പശുക്കൾ കർഷകരാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് വീട്ടിൽ പശുക്കൾ പണ്ട് മുതലേ ഉണ്ട്. എൻ്റെ വീട്ടിലപ്പോഴും ഒരു 4 പശു എപ്പോഴും കാണും. അപ്പം ഞാൻ പാല് സൊസൈറ്റിയിൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പാവപ്പെട്ട കർഷകർക്ക് ആവശ്യക്കാർക്കായാലും ശരി, ഫാമുകാർക്കായാലും ശരി, മര്യാദ വിലയ്ക്കുള്ള പശുക്കൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പശു പറ്റിയിട്ട് ഞാൻ ഇതുപോലെ കർഷകരുടെ അടുത്തും ഫാമുകളിലും കുടിയിൽ നിന്നാണ് മാന്യമായ വിലയ്ക്ക് ഞാൻ പശുക്കൾക്ക് വാങ്ങിക്കൊടുക്കും, എടുത്തു കൊടുക്കും അല്ലേ? തീർച്ചയായും. നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 50-55 തൊട്ട് 60-65 തൊട്ട് അങ്ങനെ 1 ലക്ഷം വരെയുള്ള പശുക്കൾ നമ്മുടെ കയ്യിലുണ്ടല്ലേ? കാരണം ഈ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് റേഞ്ച്. ഇപ്പം നമ്മൾ ക്വാളിറ്റി കൂടുമ്പോൾ ചിലപ്പോൾ ഒരു 5000 കൂടും. ക്വാളിറ്റി കുറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5000 രൂപ കുറയും. അതുപോലെ നമ്മൾ ഒരു രണ്ട് പശുവിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5000 രൂപ കമ്മിയായിട്ട് പാവപ്പെട്ട കർഷകർക്ക് മാന്യമായി നമുക്ക് കൊടുക്കും. അതായത് എടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ എടുക്കുന്നതിനേക്കാൾ 5000 രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും. 2 പശുവിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാന്യമായ നിലയ്ക്ക് ഒരു 5000 രൂപ കമ്മിയായിട്ട് പാവപ്പെട്ട കർഷകർക്ക് പശുക്കൾ എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഓരോ നാട്ടിൽ പരിചയപ്പെടാം. ഇവിടെ ഞങ്ങൾ പിടിക്കും ചേട്ടാ. ഇത് നല്ല അത്യാവശ്യം നല്ല HF ജേഴ്സി ക്രോസ് ബീഡുള്ള നല്ല അത്യാവശ്യം ഉള്ള പശുവാണ്. അതായത് നമുക്ക് ഒരു ഫാമിലേക്കൊക്കെ നിർത്താൻ പറ്റിയ തരത്തിലുള്ള പശുവാണ്. വീട്ടുകാർക്കായാലും സാധാരണപ്പെട്ട കർഷകർക്കായാലും നല്ല പറ്റിയൊരു പശുവാണ്. നമുക്ക് ഇനി ഇപ്പൊ എത്ര ദിവസമുണ്ട് ഇത്? ഇനി പ്രസവിക്കാൻ ദിവസം പറയും ഏകദേശം ഒരു 10 ദിവസത്തിനടുത്ത് അല്ലേ? ഇനി മടി വരാണ്ട്. അതെ അതെ അതെ, നല്ല പാൽശേഷിയുള്ള അത്യാവശ്യം നല്ല പെരുമാറ്റമാണ്. തൊടുക പിടിക്കുക ആർക്ക് വേണമെങ്കിലും, സ്ത്രീകൾക്കായാലും ചെറിയ കുട്ടികൾക്ക് വരെ, അല്ലാതെ ചവിട്ടലോ കുത്തലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആർക്ക് വേണമെങ്കിലും ഇതാ കാമ്പായിക്കോട്ടെ, നല്ല നല്ല സോഫ്റ്റ് ഉള്ളത് അടിപൊളി. നമ്മുടെ പാലഞ്ഞരമ്പൊക്കെ ഉള്ള പശു തന്നെയാണ്. നമുക്കിത് എങ്ങനെ എത്ര ലിറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്? ലിറ്ററിന്റെ പാലിന്റെ അളവ് പറയുകയാണെങ്കിൽ അവർക്ക് 20 പറയുന്നുണ്ട്. നമുക്ക് ഒരു 2 നേരം കൂടെ ഒരു 18 ലിറ്റർ കണ്ടാൽ മതി. അത്ര കണ്ടാൽ മതി. കൂടിക്കിട്ടുമ്പോൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല, കൂടിക്കടച്ചോട്ടെ. 2 നേരം കൂടെ ഒരു 18 ലിറ്റർ കുറയാണ്ട് കിടക്കും. ഓക്കെ, നമുക്കിത് എത്ര രൂപയ്ക്കാണെങ്കിൽ നടക്കും? നമുക്ക് പ്രൈസ് ചേഞ്ച് വരികയാണെങ്കിൽ അവർ വിലയൊക്കെ 80-85 പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് വരുമ്പോൾ, നേരിട്ട് വരുമ്പോൾ, പാവപ്പെട്ട കർഷകർ വരുമ്പോൾ നമുക്കൊരു മര്യാദ വിലയ്ക്ക് ഒരു 70-75 രൂപയ്ക്ക് നമുക്ക് മാന്യമായി എടുത്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായും നല്ലൊരു പശുവാണ് ഏട്ടാ. നല്ലൊരു കന്നി പ്രസവത്തിലുള്ള നല്ല ചിന്താമണി കൃഷ്ണഗിരി മോഴയാണ്. അടിപൊളി ഒരു പശു കേട്ടോ. സുന്ദരി ഒരു പശുവാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ഹൈറ്റും. സത്യം പറഞ്ഞാൽ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആശാരിക്കോലിന് 7 കോലം നീളം വരും മാട്. നല്ല അടിപൊളി നല്ല സുന്ദരി പശുക്കളാണ്. നല്ല വീട്ടുകാർക്കായാലും നല്ല ഫാമുകാർക്കായാലും. ശരിക്കും ഇത് ജർമ്മൻ ബ്രീഡ് എന്ന് വേണമെങ്കിൽ റോസ് കളർ, ലക്ഷണം എല്ലാം ഒത്ത നല്ല. ഇതിപ്പോ പ്രസവിച്ച പശുവാണ്. പ്രസവിച്ച ഇപ്പൊ ഇന്നേക്ക് 3 ദിവസമായി. മൂരിക്കുട്ടിയാണ്. മൂരിക്കുട്ടി എന്നാലും നല്ല കടക്ക് കിടക്കാച്ച ഒരു പശുവാണ്. പാലിന്റെ അളവ് കൊണ്ട് നമ്മൾ ഒന്നും പറയാൻ നിൽക്കില്ല. കാരണം കർഷകർക്ക് അറിയാം ഇങ്ങനെയുള്ള ഈ ബ്രീഡിലുള്ള പശു എത്ര കറക്കുന്ന കർഷകർക്ക് അറിയാം. നല്ല ക്വാളിറ്റി ബ്രീഡ് സാധനം, നല്ല അടിപൊളി. പിന്നെ വേറെ കാര്യം തൊടുക പിടിക്കുകയോ ചെയ്യുമ്പോൾ ഒരു വിഷയമില്ല കേട്ടോ. കണ്ടാണ് ആർക്ക് വേണമെങ്കിൽ പെരുമാറാം. ചെറിയ കുട്ടികൾക്കായാലും ആർക്ക് വേണമെങ്കിൽ, പെണ്ണുങ്ങൾക്കായാലും അമ്മമാർക്കായാലും ആർക്ക് വേണമെങ്കിൽ പെരുമാറാം. നമുക്ക് ഫാമിലേക്കൊക്കെ നിർത്തി ഹീറ്റ് നിർത്താൻ പറ്റിയ പശുവാണ്. ഇതാകുമ്പോൾ നമ്മളിപ്പോൾ തലച്ചനൊക്കെ എടുക്കുന്നത് ഫസ്റ്റ് ലൈറ്റേഷൻ എടുക്കുന്നതിനുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ഈറ്റ് സുഖമായി നിർത്താം. നല്ല കിടക്കാശൊരു പശു. നമുക്ക് ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? വില റേറ്റ് ഒക്കെ അവർ ₹1 അടുത്തൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് വരുമ്പോൾ ഒരു പാവം പോലെ ഒരു 90-95 ലെവലിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. അതിനുള്ള പശു ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അറിയാതെ എൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത്, ഭംഗിയുണ്ട്. അതൊരു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചെവി കണ്ടില്ല, 2 ബ്ലാക്ക്, തല വരുമ്പോഴത്തേക്ക് ഫുള്ള് വൈറ്റ്.
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള പശുവാണ്. എന്തായാലും ഒരു 90-95 രൂപ ആ റേഞ്ചാണ്. നേരിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടി വാടക നമുക്ക് എന്തെങ്കിലും അവരുടെ വഴിച്ചാലുള്ള പൈസ നമുക്ക് വിട്ടുകൊടുത്ത് അതൊക്കെ വാങ്ങിക്കൊടുക്കാം. ഓക്കെ, സൂപ്പർ പശുവാണ് ഏട്ടാ. നല്ല അടിപൊളി നല്ല HF ജേഴ്സി ക്രോസുള്ള നല്ല പശുവാണ്. അടിപൊളി ഒരു പശു കേട്ടോ. ടൈപ്പ് പശുവാണ്. നമുക്ക് വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല വീട്ടുകാർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഫാമുകാർക്കാണെങ്കിൽ സാധാരണപ്പെട്ട പാവപ്പെട്ട കർഷകർക്ക് പറ്റിയ അടിപൊളി നല്ല പശുവാണ്. നമുക്ക് ഇതിന് എത്ര ദിവസമുണ്ട്? നല്ല മണി സെറ്റ് ഉണ്ടല്ലോ. ഇനി പ്രസവിക്കാൻ ഒരു 10 ദിവസത്തിനുള്ളിൽ 10 ദിവസം ഉണ്ടല്ലേ? 10 ദിവസം സമയം. നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണ്. നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നതാണ്? പാൽ അവരൊക്കെ ഒരു 18-20 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അതൊന്നും കണക്കൂട്ടാ. ഒരു 2 നേരം കൂടെ ഒരു 18 ലിറ്ററിന്റെ ഉള്ളിൽ പാൽ 18 ലിറ്ററിന്റെ താഴെ നമ്മൾ നോക്കിയാൽ അതേ പറയുള്ളൂ. വെറുതെ നമ്മൾ കൂടി പറയില്ല. വെറുതെ നമ്മൾ പാവപ്പെട്ട കർഷകർ നമ്മൾ വിശ്വസിച്ച് വരുമ്പോൾ നമ്മൾ ഒരു അത്ര കിട്ടും ഇത്ര കിട്ടുമെന്നൊന്നും പറയില്ല. നമ്മൾ എന്തായാലും ഒരു 2 ലിറ്റർ നമ്മൾ കമ്മിയോ നമ്മൾ പറയുള്ളൂ. ഓക്കെ, 2 നേരം കൂടെ ഒരു 18 ലിറ്റർ ആണ്. നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ചോദിക്കുന്ന വിലയൊക്കെ ഒരു 65-70 ഒക്കെ പറയും. നമുക്കൊരു മാന്യമായ വിലയ്ക്ക് ഒരു 60 രൂപ റേഞ്ചിൽ നമുക്ക് ഈ പശു കൊടുത്തു കൊടുക്കാം. 60 രൂപ റേഞ്ച് അതിനുള്ളിൽ നിൽക്കുമോ? അത് നമുക്ക് നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താ പോലെ വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. നല്ലൊരു പശു കേട്ടോ, നല്ല അടിപൊളി പശു. ഏട്ടാ, അത്യാവശ്യം നല്ല മടിസെറ്റുള്ള അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റിയും നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല പശുവാണ്. ഒരു ജേഴ്സി HF എല്ലാം കൂടെ ചേർന്നൊരു മിക്സ് അല്ല, ക്രോസ് ബ്രീഡ് പശുവാണ്. ഇനിയിപ്പോൾ പ്രസവിക്കാൻ ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ സമയമുണ്ട് കേട്ടോ. 10 ദിവസം അല്ലേ? നല്ല മടിസെറ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ഇപ്പോഴേ തന്നെ നല്ല മടി സെറ്റ് കാര്യങ്ങളാണ്. നല്ല പാൽശേഷിയുള്ള പശുവാണ്. നമുക്ക് എത്ര ലിറ്റർ കിട്ടുമെന്നാണ്? ലിറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ 25-30 കിട്ടും പറയും. നമ്മൾ അതൊന്നും കണക്ക് കൂട്ടണ്ട. ഏകദേശം ഒരു 25-ന്റെ ഉള്ളിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. ഒരു 20-22 ലിറ്റർ അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല, കൂടി കിട്ടും. ഞാൻ അത് പറയുന്നില്ല. ഞാൻ കർഷകരോട് പറയുമ്പോൾ നമ്മൾ ഒരു 2 ലിറ്റർ നമ്മൾ കുറവോ നമ്മൾ പറയുന്നുള്ളൂ. ശരിക്കും ഫാമിലേക്ക് നിർത്തി കറക്കാൻ പറ്റുന്ന പശുവാണ്. ജയന്റ് സൈസ് ഫാമുകാർക്ക് പറ്റിയ പശുവാണ്. ബോഡിയിലുണ്ട് ശരിക്കും ഇറച്ചി ഉണ്ട്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ജയിന്റ് പശുവാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെയാണ് ചോദിക്കുന്ന വിലയൊക്കെ അവർ 90 ആ ലെവൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു 80-85 രൂപയ്ക്ക് മാന്യമായിട്ട് മേടിച്ചു കൊടുക്കാം. പശു ഉണ്ട് കേട്ടോ. നേരിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ അവർ പറഞ്ഞ പൈസ ആരും കൊടുക്കില്ലല്ലോ. അപ്പോൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എത്രത്തോളം മാന്യമായ വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ കർഷകർക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഏട്ടാ, നല്ല അടിപൊളി നല്ല ജേഴ്സി പശുവാണ്. ഫസ്റ്റ് ലാക്ടേഷൻ ഉള്ളത്. നല്ല വീട്ടുകാർക്ക് പറ്റിയ നല്ല ചെറു പയ്യാണ്. അതായത് നല്ല മൊട്ട ജേഴ്സിയാണ്. ഒരു ഒതുങ്ങിയ പശു. നമുക്കൊരു സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ തരത്തുന്ന സാധാരണക്കാരന് പറ്റിയ പശുവാണ്. ഈ പറയുന്ന 80-85 അതുപോലെ 90-95 എല്ലാ കർഷകർക്കും പശു വാങ്ങാൻ പറ്റില്ല എന്ന് വരില്ല. അതുപോലെ അപ്പോൾ മാന്യമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് നിൽക്കുന്ന പശുവാണ്. ഒരു 50-ന് താഴെ അല്ലേ? അവർ വിലയൊക്കെ 60-65 ഒക്കെ പറയുന്നുണ്ട്. നമുക്കൊരു മാന്യമായി നേരിട്ട് വരുമ്പോൾ നമുക്കൊരു 55-50 രൂപയുടെ ഉള്ളിൽ നമുക്ക് മാന്യം നിർത്തി മേടിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് വേറെ പശുക്കൾ നിൽപ്പുണ്ട്. ഫാമുകാർക്ക് പറ്റിയ നല്ല നല്ല പശുക്കളാണ്. നല്ല അടിപൊളി നല്ല 2ാം പവറുള്ള പശുവാണ്. നല്ല ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും നല്ല അടിപൊളി പശുകൾ. ഇതിപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പശു ഉണ്ട്. നല്ല നല്ല HF ജേഴ്സി ക്രോസിലുള്ള നല്ല അടിപൊളി ഒരു പയ്യാണ്. അത്യാവശ്യം ഒരു 20+ കിട്ടത്തക്ക അവർ 25 ഒക്കെ പറയും. നമുക്കൊരു 20 ലിറ്റർ അടുത്ത് നമുക്ക് കണക്ക് കൂട്ടാം. ഇതൊക്കെ ഏകദേശം എന്ത് റേറ്റ് വരുമ്പോൾ? ഇതൊക്കെ റേറ്റ് വിലയൊക്കെ ഒരു 80-85 ആ ലെവലൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് കർഷകർ വരുമ്പോൾ നമുക്കൊരു മാന്യമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാം. നല്ല അടിപൊളി പശുക്കളാട്ടോ. നല്ല എങ്ങനത്തെ ആണെങ്കിൽ റെഡ് വൈറ്റ് ആണെങ്കിൽ ശരി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ശരി, എങ്ങനത്തെ ഉള്ള പശുക്കൾ കർഷകരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പശുക്കൾ നമ്മുടെ കൈവശമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ താഴെ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പശുക്കൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ട് നമ്മുടെ കസ്റ്റഡി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ